ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള നല്ലൊരു വിഭവമായിട്ടാണ്. അതാണ് ചക്കപ്പപ്പടം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കടക്കാം. ആദ്യം തന്നെ നല്ല വിളഞ്ഞ ഏത് ചക്ക വേണമെങ്കിലും എടുക്കാം. പഴമോ വരിക്കയോ ഇതിന് ഏതെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പഴഞ്ചക്കയാണ് എടുത്തത്. ആദ്യം ചക്കച്ചുള മാറ്റി വെക്കാം ചക്കയിൽ നിന്നും. ഇതിന് ശേഷം അതിന്റെ ചക്കക്കുരു അതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് മാറ്റി കൊടുക്കണം. ഏകദേശം ചെറിയൊരു കഷ്ണങ്ങളാക്കിയിട്ടാണ് അരിഞ്ഞു കൊടുക്കേണ്ടത്. ഇതുപോലെ മുറിച്ചതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. സ്റ്റൗ കത്തിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചക്ക ഒരു ഇഡ്ഡലി പാത്രത്തിന്റെ ിലാക്കി കൊടുത്തിട്ട് ആവിയിൽ പുഴുങ്ങി കൊടുക്കണം. പാകത്തിനുള്ള ഉപ്പിടണം, അത് മറക്കല്ലേ. ഈ ചക്ക ആവി കയറിയിട്ടുണ്ട്. നമ്മളൊന്ന് തുറന്ന് നോക്കിയിരുന്നു. നമുക്കിതിന്റെ ചൂടാറിയതിന് ശേഷം ഈ കല്ലിലിട്ട് അരക്കാം. മിക്സിയിൽ ഈ ചക്ക നമ്മൾ അടിച്ചു നോക്കി, പക്ഷെ ആവുന്നില്ല, ഭയങ്കര കട്ടി. അതുകൊണ്ട് അമ്മ അരകല്ലിലിട്ട് അരക്കുവാണ് ചക്ക. ഇതുപോലെ നല്ലോണം അരച്ചു കൊടുക്കാം. ഇതാക്കല് വളരെ എളുപ്പമുള്ള പണിയല്ല കേട്ടോ. പക്ഷേ എത്ര കഷ്ടപ്പെട്ടാലും ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. നമ്മൾ കുറച്ചിങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് എള്ള് എടുത്തിട്ടുണ്ട്. ഇതൊരു മുഴുവൻ ചക്കയുടെ ചൊളയാണ് നമ്മൾ പുഴുങ്ങി എടുത്തിട്ടുള്ളത്. എല്ലാം കൂടി അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരച്ച് വെച്ചതിൽ നേരത്തെ കാണിച്ച എള്ള് ചേർത്ത് കൊടുക്കാം. ഈ എള്ളാണ് ഈ ചക്കപ്പപ്പടത്തിന് നല്ല ടേസ്റ്റ് കൂട്ടുന്നത് കേട്ടോ. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ കൊണ്ടൊന്നും മിക്സ് ചെയ്താലാവൂല, കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം, കാരണം അത്രക്കും റഫാണിത്. ഇനി നമുക്ക് 2 വാഴയിലയാണ് ആവശ്യമുള്ളത്. അപ്പം നമ്മളിത് കുഴച്ച് വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ വാഴയില, നേരത്തെ പറിച്ച് വെച്ച വാഴയില എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൈ കൊണ്ട് തേച്ച് കൊടുക്കാം. 2 വാഴയിലയാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. ആ 2 വാഴയിലയിലും നമുക്ക് തേച്ച് കൊടുക്കാം വെളിച്ചെണ്ണ. ഇതാക്കണ്ടില്ലേ ഇതുപോലെ. ഇനി നമുക്ക് നേരത്തെ എള്ളിട്ട് കുഴച്ച് വെച്ച് ആ ചക്കമാവിനെ നമുക്ക് പരത്തിയെടുക്കാം പപ്പടം പോലെ. നമ്മൾ നമ്മുടെ കൈക്ക് മുഴുവനും വെളിച്ചെണ്ണ ആക്കിയിട്ട് ഇതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ. ഇനി നമുക്ക് ഒരു ചെറിയ ഉരുളിയാക്കി എടുക്കാം. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒരു ഉരുളിയാക്കി എടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഈ വാഴയിലേൻ്റെ നടുക്ക് വെച്ച് കൊടുത്തിട്ട് ആ 2ാമത്തെ വാഴയില എടുത്തിട്ട് 2ാമത്തെ ഇലയിലും വെളിച്ചെണ്ണ ചേർക്കണം. ചേർത്തതിന് ശേഷം ഇനി നമുക്ക് ഈ ഇല അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഉള്ളം കൈ വെച്ചിട്ട് അമർത്തി കൊടുക്കാം. നിങ്ങൾക്കിനി ഷേപ്പ് ആക്കണം എന്നുണ്ടെങ്കിൽ ഒരു റൗണ്ട് പാത്രം എടുത്തിട്ട് അമർത്തി കൊടുത്താൽ മതി. നമ്മളിവിടെ ഷേപ്പൊന്നും ആക്കുന്നില്ല. അപ്പം നമ്മൾ നന്നായി പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തുറന്നു നോക്കാം. ദേ കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കും നമ്മുടെ പപ്പടായ. ഇനി നമുക്കിതൊരു ചാക്കോ പായിലോ നല്ല കോട്ടൻ്റെ തുണിയിലോ ആക്കിയിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ നല്ലൊരു അരിയുടെ ചാക്കാണ് എടുത്തിട്ടുള്ളത്. ഈ ചാക്ക് മുഴുവനും നിറഞ്ഞതിന് ശേഷം എടുത്ത് കൊണ്ടുപോയി വെക്കാം. വെയിലത്ത് ഉണങ്ങി വന്നിട്ടുണ്ട്. ഒരു ഭാഗം 1 മണിക്കൂറും ഇതിൻ്റെ 2ാമത്തെ ഭാഗവും 1 മണിക്കൂറും അങ്ങനെ മാറി മാറി വെക്കാം. ഏകദേശം ഈ പപ്പടം ആവണമെങ്കിൽ 3 ദിവസം വേണം. നമ്മൾ ഈ പപ്പടം 3 ദിവസം കഴിഞ്ഞിട്ടാണ് ആയിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ല ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഈ പാത്രത്തിൽ വായു കടക്കാൻ പാടില്ല. ഇത് കുറേ കാലം നിൽക്കുന്നതാണ്. നമുക്ക് മഴയുള്ള കാലം ഇത് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പം നല്ല വെയിലുള്ള സമയത്ത് ഇങ്ങനെയൊക്കെ ആക്കി വെക്കാം. നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഈ സംഭവം. നമ്മൾ ആദ്യത്തെ പാത്രം നിറഞ്ഞിട്ടുണ്ട്. ഒരു ചക്കയിന്ന് 50 പപ്പടം കിട്ടും കേട്ടോ ആക്കാൻ വേണ്ടി. അപ്പം നമ്മൾ ഈ ഒരു പാത്രം നിറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് കൊടുക്കാം. നമ്മൾ 2ാമത്തെ പാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പപ്പടം ഇതിലേക്ക് വെച്ച് കൊടുക്കാം.
അപ്പം നമ്മൾ രണ്ടാമത്തെ പാത്രവും നിറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടാവട്ടെ. ചൂടായിട്ടുണ്ട്. നമ്മുടെ പപ്പടം ഇതാ എണ്ണയിൽ പൊരിയാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി അടിമറിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഒരു പപ്പടം ഇവിടെ തയ്യാറായിട്ടുണ്ട്. രണ്ടാമത്തെ പപ്പടം ഇട്ട് കൊടുക്കാം. ഇത് കണ്ടില്ലേ ഫ്രണ്ട്സ്? അപ്പം നമ്മുടെ രണ്ടാമത്തെ പപ്പടം ഇത് ഇവിടെ മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അടിമറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി കൊടുക്കാം. നമ്മളെ പപ്പടമൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ പപ്പടമെല്ലാമായി. ഇത് പപ്പടം ചായൻ്റെ ഒപ്പനും കുടിക്കാം, കട്ടൻ കാപ്പിൻ്റെ ഒപ്പനും കുടിക്കാം. ചായ കണ്ടില്ലേ? ചക്കയൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുന്ന വിഭവമാണിത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ചക്ക വേസ്റ്റ് ആക്കുന്നവർക്ക് ഇത് എന്തായാലും ഉപകാരപ്പെടുന്നതായിരിക്കും. ഞാൻ ചായ ഒക്കെ കുടിച്ചിരിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.